ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, ഇന്ത്യ മുന്നണിയിലെ അംഗം കൂടിയാണ്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന, കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധമുള്ള UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ബന്ധം ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും കേരളത്തിലെയോ ദേശീയ തലത്തിലെയോ കോൺഗ്രസിനില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ച് മണിക്കൂറുകൾക്കകമാണ് കേന്ദ്രമന്ത്രി BJP നേതാവുമായ സ്മൃതി ഇറാനിയുടെ പരാമർശം. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സ്വരമാണ്, ഒരേ വാദങ്ങളാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവന തയ്യാറാക്കിയത് ഒരു സ്ഥലത്താണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്ഷേപം. സ്മൃതി ഇറാനി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായി സ്ഥിരമായി ആക്ഷേപം ചൊരിയുന്ന ഒരാളാണ്. അവരെ BJP ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന അന്ന് മുതൽ BJP നേതൃത്വം ചെയ്യുന്ന അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നതിൽ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയും ശക്തി സ്രോതസ്സും അതിന്റെ നേതാവുമാണ് ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്തിയാൽ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ പറ്റും. അതുവഴി BJPയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശ്രമം നടത്തുന്നത്. മാസപ്പടി ആരോപണവും കരുവന്നൂർ ബാങ്ക് കൊള്ളയും അടക്കമുള്ള നിരവധി ആരോപണങ്ങളുടെ ഭീതിയിലാണ്, പേടിയിലാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട അഴിമതി കേസുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഭീതിയിലാണ് BJPയെ സന്തോഷിപ്പിക്കാനുള്ള പ്രസ്താവനകളുമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. BJP സംസാരിക്കുന്ന അതേ വാചകങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തെ ഞങ്ങൾ എതിർത്തു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധിച്ച പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന ആ സിനിമ ഒരു കാരണവശാലും ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ച് സർജറി കഴിഞ്ഞ് കിടന്ന ഒരു സ്ത്രീയെ ഒരു മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ, ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചൊരു കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയെ NGO യൂണിയനിൽപ്പെട്ട CPM സംഘടനയിൽപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് അവിടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഒരു നഴ്സിംഗ് ഉദ്യോഗസ്ഥ അനിത, അവരത് പരാതി കൊടുത്തു. ആ പരാതിയുടെ പുറത്ത് 5 പേർക്കെതിരായിട്ട് NGO യൂണിയൻ നേതാക്കൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കേണ്ടി വന്നു. അതിന്റെ വൈരാഗ്യം തീർക്കാൻ NGO യൂണിയൻ ഭീഷണിപ്പെടുത്തിയാൽ ശ്രമിച്ചു. 2 പ്രാവശ്യമാണ് ഈ അനിതയെ, അതിജീവിതയുടെ കൂടെ നിന്നതിനും അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ആളുകളുടെ പേര് പുറത്തു കൊടുത്തതിനും അവരെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ അവരെ പുനർനിയമിക്കണം, ഏപ്രിൽ 1-ാം തീയതി അവരെ പുനർനിയമിക്കണം എന്നുള്ള ഉത്തരവുമായി വന്ന് ആ പാവം സ്ത്രീ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വരാന്തയിൽ കാത്തിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രിയില്ലേ? അവരൊരു സ്ത്രീയല്ലേ? അവർ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ പേര് പുറത്തു പറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ത്രീ ഇങ്ങനെ അവരെ നിരന്തരമായി ട്രാൻസ്ഫർ ചെയ്യുകയും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അവർക്ക് അവിടെ പോസ്റ്റിംഗ് കൊടുക്കില്ല, അതിന്റെ മീതെ വീണ്ടും അപ്പീല് പോകും എന്നുള്ള നിലപാട് നാണം കെട്ട ഈ സർക്കാരിനല്ലാതെ വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റും?